ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിൽ നിന്നുള്ള ആദ്യ സർവീസുകൾ ഈ മാസം ആരംഭിക്കും. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിൽ നിന്നുള്ള വിദേശ വിമാന കമ്പനികളുടെ ആദ്യ സർവീസുകൾ ഈ മാസം 18-ന് ആരംഭിക്കും. ഇത്തിഹാദ് എയർവേസിന്റെ സർവീസുകളാണ് ആദ്യമായി പുതിയ ടെർമിനലിലേക്ക് മാറ്റുന്നത്. സൗദി എയർലൈൻസ് നേരത്തെ തന്നെ ഇവിടെ നിന്നും സർവീസുകൾ ആരംഭിച്ചിരുന്നു. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതുതായി നിർമ്മിച്ച ടെർമിനലിലേക്ക് വിമാന സർവീസുകൾ മാറ്റുന്ന നടപടി ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതുതായി നിർമ്മിച്ച ടെർമിനലിലേക്ക് വിമാന സർവീസുകൾ മാറ്റുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി എയർലൈൻസിന്റെ 35 അന്താരാഷ്ട്ര സർവീസുകൾ നേരത്തെ തന്നെ പുതിയ ടെർമിനലിലേക്ക് മാറ്റിയിരുന്നെങ്കിലും വിദേശ വിമാന കമ്പനികളുടെ സർവീസുകൾ ആരംഭിച്ചിരുന്നില്ല. വിദേശ വിമാന കമ്പനികളുടെ സർവീസുകൾ ഈ മാസം 18 മുതൽ പുതിയ ടെർമിനലിലേക്ക് മാറ്റുമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അധികൃതർ അറിയിച്ചു. ഈ ഗണത്തിൽ ഇത്തിഹാദ് എയർവേസിന്റെ ജിദ്ദ അബുദാബി സർവീസുകളാണ് ആദ്യമായി പുതിയ ടെർമിനലിൽ നിന്നും ആരംഭിക്കുക. ദിവസേന 3 വീതം സർവീസുകളാണ് ജിദ്ദയിൽ നിന്നും അബുദാബിയിലേക്കും തിരിച്ചുമായി ഇത്തിഹാദ് എയർവേസ് ഓപ്പറേറ്റ് ചെയ്യുക. പിന്നാലെ മറ്റു കമ്പനികളുടെ സർവീസുകളും ഘട്ടം ഘട്ടമായി പുതിയ ടെർമിനലിലേക്ക് മാറ്റും. 8,10,000 സ്ക്വയർ മീറ്റർ ചുറ്റളവിൽ നിർമ്മിച്ച പുതിയ ടെർമിനലിൽ 220 ചെക്ക് ഇൻ കൗണ്ടറുകളും 80 സേഫ് സർവീസ് മെഷീനുകളും ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാർക്കായി 46 ഗേറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. വർഷത്തിൽ 3 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പുതിയ ടെർമിനലിനാകുമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അധികൃതർ നൽകുന്ന കണക്ക്. 105 കിലോമീറ്റർ ചുറ്റളവിലുള്ള വിമാനത്താവളം തുറക്കുന്നതോടെ വർഷത്തിൽ 10 കോടി വരെ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. ആദ്യ 20 വർഷങ്ങളിൽ സിംഗപ്പൂർ കമ്പനിയായ ചാഗി എയർപോർട്ട് ഗ്രൂപ്പിനായിരിക്കും പുതിയ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല. മാറുന്ന ജിദ്ദ നഗരത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് പുതുതായി നിർമ്മാണം പൂർത്തിയാകുന്ന കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം. വികസനത്തിന്റെ 1ാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായി വരുന്നത്. അടുത്ത വർഷം മധ്യത്തോടെ വിമാനത്താവളം യാത്രക്കാർക്കായി തുറന്നുകൊടുക്കാനാണ് പദ്ധതി. ഇതോടെ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വർഷത്തിൽ 3 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. പദ്ധതിയുടെ 2-3 ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതോടെ 10 കോടി യാത്രക്കാർക്ക് പ്രതിവർഷം വിമാനത്താവളം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ലഗേജ് പരിശോധനയ്ക്കായി 32 എക്സ്റേ മെഷീനുകൾ, നീക്കം ചെയ്യാനായി 33 കിലോമീറ്റർ നീളത്തിലുള്ള കൺവെയർ ബെൽറ്റുകൾ, പുതുതായി 132 ലിഫ്റ്റുകൾ, 220 എമിഗ്രേഷൻ കൗണ്ടറുകൾ, 80 സെൽഫ് സർവീസ് മെഷീനുകൾ, 96 എയ്റോ ബ്രിഡ്ജുകൾ, അന്താരാഷ്ട്ര യാത്രയ്ക്കുള്ള ഓട്ടോമാറ്റിക് ട്രെയിൻ, ഒരേ സമയം 70 വിമാനങ്ങളിൽ യാത്രക്കാരെ കയറ്റാനും ഇറക്കാനുമുള്ള സൗകര്യം, 3000 പേർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള മസ്ജിദ് തുടങ്ങിയവയാണ് പുതിയ വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ടെർമിനലിലേക്ക് യാത്രക്കാർക്ക് സഞ്ചരിക്കുന്നതിന് ഇലക്ട്രോണിക് ബസ്സുകളും സജ്ജീകരിക്കും. 8200 വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ ഇവിടെ സൗകര്യമുണ്ടാകും. 136 മീറ്റർ ഉയരത്തിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ എയർ ട്രാഫിക് കൺട്രോൾ ടവറും ജിദ്ദ എയർപോർട്ടിൽ നിർമ്മാണത്തിലാണ്. ലോകത്തെ ഏറ്റവും തിരക്ക് പിടിച്ച വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.